ഇവിടെ ഒരു പെൺകുട്ടി കത്രിക ഉപയോഗിച്ച് അവളുടെ കൈ പത്തി മുറിച്ചു. ആ സമയത്ത് അവളുടെ വായിൽ നിന്ന് ഒരു വെള്ളി നാണയം തറയിലേക്ക് വീണു. അപ്പൊ ഇത് കണ്ട ദുഷ്ടത്തിയായ ഒരു സ്ത്രീ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗ്രാമവാസികളെ അറിയിച്ചു. അങ്ങനെ പണത്തോടുള്ള അത്യാഗ്രഹം കാരണം ഗ്രാമവാസികളെ ആ പെൺകുട്ടിയെ നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വേറെ മാർഗമില്ലാതെ പെൺകുട്ടി സ്വയം വീണ്ടും അവളുടെ കൈകൾ മുറിക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടി കൂടുതൽ വേദനിക്കും തോറും അവളുടെ അടുത്ത് നിന്ന് ഒരുപാട് വെള്ളി നാണയങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ ഒരുപാട് നേരം ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവള് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരുന്നു. എന്നോ ഒരാൾ അവളെ പോകാൻ അനുവദിക്കാതെ നേരെ അവളുടെ വയറ്റിലേക്ക് ചെന്ന് ചവിട്ടുകയാണ്. അപ്പൊ അതിന്റെ വേദന സഹിക്കവയ്യാതെ ആ പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഒരു സ്വർണ്ണ കല്ല് വീഴുന്നു. അപ്പൊ അത് കണ്ട് ബാക്കി എല്ലാ നാട്ടുകാരും ആവേശഭരിതരായി. എന്താന്ന് വെച്ചാൽ അവളുടെ വായിന്ന് വീണ കുറച്ച് സ്വർണം എല്ലാവർക്കും പങ്കിട്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അയാള് പിന്നെയും ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ തുടങ്ങി. എല്ലാവർക്കും അവരവരുടെ പങ്ക് കിട്ടുന്നത് വരെ അവരവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. പക്ഷെ എത്ര സ്വർണം പണവും കിട്ടിയാലും മനുഷ്യന്റെ ആർത്തി തീരില്ലല്ലോ. അതുകൊണ്ട് അവരെ പെൺകുട്ടി ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. ആരും ജോലിക്ക് പോകാതെ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. പൈസയ്ക്ക് ആവശ്യമുള്ള എല്ലാ ആൾക്കാരും അവളെ വേദനിപ്പിച്ചിട്ട് പൈസ എടുക്കാൻ വരും. അങ്ങനെ വേദനിച്ച് ആ പെൺകുട്ടി മരിച്ചു പോവാണ്. എന്നാൽ ദൈവം അവൾക്ക് വീണ്ടും ജീവൻ കൊടുക്കുകയാണ്. അതായത് അവള് മരിക്കുന്നതിന് ഒരു മാസം മുമ്പുള്ള സമയത്തേക്ക് അവളെ കൊണ്ടെത്തിച്ചു. മരിക്കുന്നതിന് മുമ്പ് ആ പെൺകുട്ടി ആ ഗ്രാമത്തിലെ ഏക ഡോക്ടറായിരുന്നു. ഗ്രാമവാസികൾക്കുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും അവള് മാറ്റിക്കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ആ ഗ്രാമത്തിലെ കിണറിനുള്ളിൽ സ്വർണ്ണ വെളിച്ചം പതിക്കുകയാണ്. ആ കിണറ്റിലെ വെള്ളമാണെങ്കിൽ ഭയങ്കരമായിട്ട് തിളങ്ങാൻ തുടങ്ങി. അപ്പൊ അതെന്താണെന്നറിയാതെ ഗ്രാമവാസികളെ ഡോക്ടർ അവിടേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നാൽ അവൾ അത് കുടിച്ച് എന്തെങ്കിലും പറ്റുമോ എന്ന് പോലും ചിന്തിക്കാതെ ഗ്രാമവാസികൾക്ക് വേണ്ടി കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. അങ്ങനെയാണ് വേദനിച്ചാൽ പണം ഉണ്ടാകുന്ന ശക്തി അവൾക്ക് കിട്ടുന്നത്. അത് കാരണമാണ് ഗ്രാമവാസികളുടെ അത്യാഗ്രഹം മൂലം അവൾ മരിച്ചത്. അങ്ങനെ പുനർജന്മം കിട്ടിയത് കൊണ്ട് അവൾ എല്ലാത്തിനും പ്രതികാരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് ആ ദുഷ്ടത്തിയായ പെണ്ണുപിള്ള വന്നിട്ട് കിണറ്റിലെ വെള്ളത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു. സ്നേഹം നടിച്ച് കിണറ്റിലെ വെള്ളത്തിന് എന്തെങ്കിലും വിഷാംശം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവര് ഡോക്ടറെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഓൾറെഡി ഇതെല്ലാം അറിയാവുന്ന പെൺകുട്ടി അവിടേക്ക് എത്തിയ ശേഷം കഴിഞ്ഞ ജന്മത്തിലെ അവളെ കൂടുതൽ ഉപദ്രവിച്ച പുരുഷനെ കൊണ്ട് ആ വെള്ളം കുടിപ്പിച്ചു. എന്നാൽ വെള്ളം കുടിച്ചവന് അസാധാരണമായിട്ട് ഒന്നും തോന്നിയില്ല. അങ്ങനെ 3 ദിവസം കഴിഞ്ഞത് പെൺകുട്ടി അവിടെയുള്ള ആൾക്കാർക്ക് സൗജന്യ വൈദ്യപരിശോധന നൽകാമെന്ന് വാഗ്ദാനം കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരെല്ലാരെയും കൂട്ടി ആ വെള്ളം കുടിച്ച തെണ്ടിയുടെ വായിന്ന് സ്വർണം വരുമെന്ന് അറിയിക്കണമായിരുന്നു അവൾക്ക്. അപ്പോഴത്തേനും വെള്ളം കുടിച്ചവന് ഓരോരോ അസുഖങ്ങൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കിയവനെ ആൾക്കാരെല്ലാരും പിടികൂടി പരിശോധന ചെയ്യണമെന്ന് പറഞ്ഞു. അതിനായിട്ട് പെൺകുട്ടി ആരും അറിയാതെ കസേരയിൽ നിറയെ ആണിയടിച്ചിട്ട് അവനെ അതിലേക്ക് ഇരുത്തുകയാണ്. എന്നാൽ അതിലിരുന്ന അടുത്ത സെക്കൻഡിലെ അവന് വേദനിച്ച് അവന്റെ വായിൽ നിന്ന് വെള്ളി നാണയങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെ അവന് വേദനിച്ച അവർക്ക് വെള്ളിയും സ്വർണം കിട്ടുമെന്ന് മനസ്സിലാക്കിയ ഗ്രാമവാസികളെ ആയുധങ്ങൾ ഉപയോഗിച്ച് അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ വേദന കൂടുന്തോറും അവൻ ഒരുപാട് വെള്ളി നാണയങ്ങൾ തുപ്പാൻ തുടങ്ങി. അതിനുശേഷം അവൻ ആ ഗ്രാമത്തിലെ ATM ആയി.